ഹലോ ഗൈസ്, നമ്മൾ ഇതുവരെ ചാനൽ ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഇവിടെ അച്ചാദ്യം ഒരു ക്യാമറ ഇരിപ്പുണ്ടേ. ഇന്നൊക്കെ ക്യാമറ ചെയ്ത ആൾക്കാർക്ക് അറ്റാക്ക് വന്നു പോകും. അപ്പോൾ ഈ ഈവന്റ് കളിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഈവന്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇതാണ്. ഈ ഒരു കോയിൻ ഉണ്ടോ, ഈ കോയിന് നമുക്ക് ഈവൻ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്നൊക്കെ കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് എടുത്ത് പോയിട്ട് ഫൈറ്റ് എടുക്കാനും പിന്നെ ടോപ്പിൽ വരെ നമുക്കിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ഈസി ആയിട്ട് കയറാം ഈ ഒരു സാധനം വെച്ചിട്ട്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളുടെ സ്പീഡ് കൂട്ടും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്പർ എത്രയിലാണ് കിടക്കുന്നതെന്ന് നോക്കണം. ഇപ്പോൾ എൻ്റെ അത് 1-ലാണ് ഉള്ളത്. അപ്പോൾ അത് ടൈം ഫുള്ളാകുമ്പോൾ 2-ലാവും നമുക്ക് അടുപ്പിച്ച് 2 വട്ടം അത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ മെയിൻ ഈവൻ്റ് ഓപ്പൺ ചെയ്യുന്ന പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ഈവൻ്റൊക്കെ ഇതിനൊരു സംഭവമേ ഇല്ലായിരുന്നു. ലിവിക്കിൽ നമ്മൾ ടോപ്പ് 1-ലെത്തിയാൽ നമുക്ക് ഇതിലൂടെ മുകളിൽ കയറി പോവാം. പക്ഷെ ഇറാങ്കിലാണെങ്കിൽ ഇച്ചിരി കൂടെ ടാസ്ക് ആണ്. പക്ഷെ അതാണ് ഒരു രസം. കുറച്ച് റിസ്ക് ഒക്കെ എടുക്കുമ്പോഴല്ലേ ഒരു ത്രില്ലുള്ളൂ അല്ലേ? ലിവിക്കിൽ മുകളിൽ പോയി ഹീലിയോണിൻ്റെ ഫൈറ്റൊക്കെ എടുത്ത് ലൂട്ട് എടുത്ത് കൂളായിട്ട് വരാം. ഇറാങ്കിൽ അതിനല്ല, ടോപ്പ് 4 ടീമാണല്ലോ. അപ്പം നല്ല ഫൈറ്റൊക്കെ എടുത്തിട്ട് വേണം. സത്യം പറഞ്ഞാൽ ആരും ഹീലിയോൺ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന് ഫൈറ്റൊന്നും എടുക്കുന്നില്ല. എല്ലാവരും ലൂട്ടൊക്കെ എടുത്തൊരു ഇതിൽ വരാമെന്നുള്ളതാണ്. ഹീലിയോൺ നമ്മുടെ മറ്റേ ബാഗീനെ പോലെയുള്ളൊരു അവസ്ഥയാണ്. കാരണം എവിടെ നിന്നാലും എനിക്ക് നമ്മളെ നല്ല വൃത്തിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് നമുക്ക് പക്ഷേ അതുപോലെ കാണിച്ചിരുന്നൊന്നുമില്ല. പുറത്തൊക്കെ അങ്ങനെയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എന്തായാലും അതൊന്നുമില്ല. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ. പിന്നെ ഇതിനെ ഫൈറ്റ് എടുക്കുകയാണെങ്കിൽ ഹെഡ് തന്നെ കറക്റ്റ് അടിച്ചാൽ മതി, പെട്ടെന്ന് വീഴും. പിന്നെ എനിക്ക് മനസ്സിലാത്ത കാര്യം ഇവരെന്തായാലും ഇറാങ്കിൽ കൊണ്ടുവരുന്ന സംഭവം അത്രയൊന്നും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ മുകളിൽ പോയി ഫൈറ്റ് എടുക്കും. ഈ കുറച്ചൊക്കെ ലിവിക്കിലൂടെ അങ്ങ് കൊണ്ടുവന്നൂടെ? എന്തിനാണ് ഇറാങ്കിൽ മാത്രമല്ല കൊടുക്കും, എന്നിട്ട് ലിവിക്കിനോട് എന്തിനാണ് ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഈ ഇവൻ്റെ ഏറ്റവും ഷോക്കായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലൂട്ട് കിട്ടുന്നില്ല. എവിടെ പോയാലും ലൂട്ടില്ല. പക്ഷെ ഫൈറ്റ് എടുക്കാനൊക്കെ നല്ല സെറ്റാണ്. പിന്നെ എന്തൊക്കെയായാലും നമ്മുടെ ഹീലുണ്ടല്ലോ, നമ്മളെ കറക്റ്റായിട്ട് വന്ന് ആൾ ഹീൽ ചെയ്യുന്നുണ്ട്, നമ്മൾ റിവൈവ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഹയർ ചെയ്ത ആളെ മാത്രമേ അത് ചെയ്തുള്ളൂ. ബാക്കി നിങ്ങൾ ആരാ എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ പോയി പണി നോക്കുന്നുള്ള രീതിയിലാണ് ടീംമേറ്റ്സിനോടൊക്കെ അത് നിൽക്കത്തുള്ളൂ. ഇവിടെ ഞാൻ ടീംമേറ്റ്സിനെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അടി കിട്ടും. പക്ഷെ അത് കറക്റ്റ് വന്ന് എന്നെ റിവൈവ് ചെയ്യും. പിന്നെ ഈവൻ്റ് പറക്കാൻ വേണ്ടി വെച്ച സാധനം കിഡുവാണ്. നല്ല ഹൈറ്റിൽ നല്ല സെറ്റായിട്ട് പറക്കാം. പക്ഷെ സംഭവം ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും വേണ്ട ഗെയിം നമ്മൾ അടിച്ചിടും കേട്ടോ. ഇതിങ്ങനെ ഓപ്പണിലൊക്കെ പോയി നിന്നാൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓപ്പണിലൊക്കെ പോയി യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് ടീമിൻ്റെ റീകോളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ എയിം വെക്കുകയാണെങ്കിൽ നേരെ റീകോൾ സെൻ്ററിലോട്ട് സേഫായിട്ട് എത്താൻ പറ്റും. അപ്പം നമുക്കിനി കുറച്ച് ഫൈറ്റ് കണ്ടാലോ? അങ്ങോട്ട് പോടാ, അങ്ങോട്ട് പോടാ. കവർ കയറിയിരിക്കേ. ഈ പറഞ്ഞ സാധനം 45 ഇല്ലടാ, അവിടെ മേളി ഫൈറ്റാ. അയ്യോ അയ്യോ അയ്യോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.